ഹേ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഗൈസ്, ഇന്ന് നമ്മളൊരു ജർമ്മൻ ബാറ്റിലിന് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ജർമ്മൻസ്, നമുക്കെല്ലാവർക്കും എന്താ പറയുക, നമുക്ക് ഓടിക്കാൻ ആഗ്രഹമുള്ള ഒരു കാർസ് ആയിരിക്കും ജർമ്മൻ കാർസ് എന്ന് പറയുന്നത്. അത്രയും എന്താ പറയുക, ലക്ഷറി, കംഫർട്ട്, പവർ, പെർഫോമൻസ്, ബ്രാൻഡ് വാല്യൂ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ലൈക്ക് പല ആളുടെയും ഡ്രീം ആയിരിക്കും ഒരു ജർമ്മൻ വാഹനം, എസ്പെഷ്യലി നോക്കുവാണെങ്കിൽ ഒരു ലക്ഷറി കാർ ഓൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആക്ച്വലി വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അത് BMW ഓർ മെഴ്സിഡീസ് ഓർ ഔഡി എന്ന് പറയുന്നത്. അതായത് സെഗ്മെൻറ്റിലെ 3 കിങ്സ് എന്ന് പറയുന്നത്, നമ്മളെ മലയാളത്തിലൊരു പടമില്ല 3 കിങ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സെഗ്മെൻറ്റിലെ 3 കിങ്സ് ആണ് ഈ BMW, മെഴ്സിഡീസ് ബെൻസ്, അതുപോലെ ഔഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് തന്നെ നമുക്ക് BMW എന്ന് തുടങ്ങാം. BMW എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്നാണ് അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അഫ്കോഴ്സ് അതിനോട് ഒരു 100% അവർ അതിനോട് അപ്രൂവ്ഡ് ആണ്. ബിക്കോസ് BMW എന്ന് പറയുന്നത് ഫുള്ളി സ്പോർട്ടിനെസ്, അല്ലെങ്കിൽ അവരുടെ പവർ, പെർഫോമൻസ്, റിലയബിലിറ്റി, ഇതിനൊക്കെ അറിയപ്പെടുന്ന ഒരു കാറാണ്. എസ്പെഷ്യലി നോക്കുവാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദ പീപ്പിൾ ഹൂ വാണ്ട് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർസ്, അവർക്കാണ് BMW എന്ന് പറയുന്നത്. ഇനി മെഴ്സിഡീസ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ഷറി. എസ്പെഷ്യലി ബിസിനസ് മാൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെഴ്സിഡീസ് കൂടുതൽ എടുക്കാറുള്ളത്. മോർ പ്രയോറിറ്റി ഫോക്കസ്ഡ് ഓൺ ലക്ഷറി. അതായത് കൂടുതൽ അവരവരുടെ ലക്ഷറി അല്ലെ പ്രീമിയംനെസ്, അവരുടെ ബ്രാൻഡ് പ്രസ്റ്റീജ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അതായത് വർഷങ്ങളായിട്ട് അറൗണ്ട് ഒരു സെഞ്ച്വറി മെഴ്സിഡീസ് ബെൻസ്, അറൗണ്ട് ഒരു സെഞ്ച്വറി ആയിട്ട് കാറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവരവരുടെ ഒരു പ്രസ്റ്റീജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ മോർ ദാൻ ആ ഒരു സ്പോർട്ടിനെസ് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷറി അല്ലെങ്കിൽ ടെക്നോളജിക്കായിരിക്കും. ഔഡി എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ടെക് ഫോർവേഡാണ് അവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അതായത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി. അതായത് ഇപ്പോൾ മെഴ്സിഡീസ് ലക്ഷറി, BMW സ്പോർട്ടിനെസ് ആണെങ്കിൽ ഔഡി ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ് നമുക്ക് വരുന്നത്. അതായത് അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, അത്യാവശ്യം നല്ലൊരു പവർ പെർഫോമൻസ്, അറ്റ് ദ സെയിം ടൈം അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതാണ് ഔഡി എന്ന് പറയുന്നത് ലീഡ് ചെയ്യുന്നത്. അതായത് ഫുൾ സ്റ്റണ്ണിങ് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും. അതായത് ഫുള്ളി ലക്ഷൂറിയസ്, മോസ്റ്റ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും. അതുപോലെ അവരുടെ MBUX ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അവരുടെ MBUX മെഴ്സിഡീസിൻ്റെ AI എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഫുള്ളി എന്താ പറയുക, ആംബിയൻ ലൈറ്റിംഗ് സിസ്റ്റം, പിന്നെ അഡ്വാൻസ് സേഫ്റ്റി ഫീച്ചേഴ്സ്. ഈ 3 കാർ ബ്രാൻഡ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സേഫ്റ്റി നമുക്ക് തരുന്നത് മെഴ്സിഡീസ് തന്നെയാണ്. ഇനി നമ്മൾ BMW കാര്യം നോക്കുവാണെങ്കിൽ BMW iDrive സിസ്റ്റം ഉണ്ട്. അതായത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഡ്രൈവിംഗ്. അതായത് ഡ്രൈവേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, ഡ്രൈവേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പല ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതിലുള്ള UI ആണെങ്കിൽ എല്ലാം ഡ്രൈവർ ഫോക്കസ്ഡ് ആയിരിക്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, മീൻസ് ഉണ്ടാക്കി ചെയ്തിരിക്കുന്നത്. അടുത്തത് ഔഡിയാണ്. ഔഡി എന്ന് പറയുന്നത് ആക്ച്വലി വെർച്വൽ കോപ്പിക്കാണ്. അതായത് സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് സ്ക്രീൻസ് ആയിരിക്കും. അവർ ആക്ച്വലി ഡിസൈൻസ് മിനിമലാണ്. അത്ര രീതിയിൽ മെഴ്സിഡീസ് പോലെ ലക്ഷറിയസ് അല്ല, എന്നാൽ BMW പോലെ ഒട്ടും പുറകിലുമല്ല. അവർ കുറച്ചുകൂടെ എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ക്രീൻസും കുറച്ചുകൂടെ ടെക്നോളജി അല്ലെങ്കിൽ ടെക് ലവേഴ്സിന് കുറച്ചുകൂടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ പവർ ആൻഡ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ BMW ആണ് ഏറ്റവും കൂടുതൽ പവർ ആൻഡ് പെർഫോമൻസ് ലീഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി അവർക്കൊരു പ്രീമിയം സീരീസ് ഉണ്ട്, അവർക്ക് ഒരു പെർഫോമൻസ് സീരീസ് ഉണ്ട്. അത് M സീരീസ് എന്നാണ്. അതായത് M സീരീസാണ് മെയിൻലി ട്രാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോൾ ട്രാക്ക് റിലേറ്റഡ് ആയിരുന്നു പക്ഷേ ഇപ്പോഴും നോർമൽ കാർസിലും M സീരീസ് ലഭിക്കുന്നുണ്ട്. ലൈക്ക് M5 കോമ്പറ്റീഷൻ, M5 CS, M3 ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ മെഴ്സിഡീസ് നോക്കുവാണെങ്കിൽ അവരുടെ AMG ലൈൻ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ പെർഫോമൻസ് അല്ലെങ്കിൽ പവർ പെർഫോമൻസ് ആക്ച്വലി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ക്യാൻ ചൂസ് എ BMW. ഇനി അതല്ല, നിങ്ങൾക്ക് അൾട്രാ ലക്ഷറി, യു ഡോണ്ട് കെയർ അബൌട്ട് ദ മണി, നിങ്ങൾക്ക് അൾട്രാ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മെഴ്സിഡീസ് യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അൾട്രാ ലക്ഷറി അല്ല, കുറച്ചുകൂടെ ടെക് മിക്സ്ഡ്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പെർഫോമൻസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ആൻ ഔഡി. സോ മെഴ്സിഡീസ് ഓർ BMW ഓർ ഔഡി, വിച്ച് വൺ വുഡ് യു പിക്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.